എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. STPയുടെ നിരോധനത്തിന് മുന്നോടിയായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനത്തും അവരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കേരളത്തിലെ തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളുടെ ഓഫീസ് ഓൾറെഡി റെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. വളരെ സുപ്രധാനപ്പെട്ട പല രേഖകളും ലഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇഡിയുടെ ഡൽഹി യൂണിറ്റും ബാംഗ്ലൂർ യൂണിറ്റും സംയുക്തമായിട്ടാണ് ഈ റെയ്ഡിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ ഫുൾ ലോഡഡ് AK-47 തോക്കുകളുമായിട്ട് CRPF ജവാന്മാരും കൂടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ ഞങ്ങൾ മുമ്പ് കണ്ടത് എപ്പോഴാണെന്നറിയാം. അതായത് ഈ PFI ബാൻ ചെയ്തില്ലേ, ആ സമയത്ത് ഇവരുടെ നേതാക്കന്മാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് NIA ഡൽഹിയിൽ നിന്ന് വന്നത് അതായത് ഫുൾ ലോഡഡ് AK-47 തോക്കുകളുമായിട്ട് ഉള്ള CRPF ജവാന്മാരുമായിട്ടാണ്. അതായത് അവർക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും, ഈ PFI തീവ്രവാദികൾ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കി കളഞ്ഞാൽ കാച്ചിക്കളയാൻ തന്നെ ഉത്തരവിട്ടിട്ടാണ് അമിത്ഷാ അവിടുന്ന് പിള്ളേരെ ഇങ്ങോട്ട് വിട്ടത്. നേരെ ഇവർ വീട്ടിലോട്ട് പോയി ബെഡിൽ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. അണ്ടർവെയർ പോലും ഇടാൻ അവസരം കൊടുത്തില്ല. ഡൽഹിയിലെത്തിയതിനു ശേഷം അവിടെ ദേശീയ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തതിനു ശേഷം, ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ കേരളത്തിലെ മുഖ്യമന്ത്രി ആ വാർത്ത അറിയുന്നത്. അത് അത്ര വരെ ഇവിടുത്തെ എന്താ പറയുക, കേരളത്തിലെ ഒരു പൂച്ചക്കുട്ടിക്ക് പോലും ഈ റെയ്ഡിനെ കുറിച്ച് ഒരു വിവരം, ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സമാനമായ രീതിയിലാണ് STPയുടെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ അരിച്ചു പുറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം അവരുടെ ദേശീയ അധ്യക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ 2047 ഇന്ത്യൻ പ്രധാനമന്ത്രി ആവേണ്ടതാണ് MK ഫൈസി. ആ MK ഫൈസിയെ ED തൂക്കിയിരുന്നു. NIA നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചാണ് ഡൽഹിയിൽ വെച്ചാണ് തൂക്കിയത്. അപ്പോൾ ഈ ഫൈസിയുടെ പക്കൽ നിന്ന് വളരെ സുപ്രധാനപ്പെട്ട ഒരുപാട് വിവരങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. EDക്കും NIAക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മൊത്തത്തിൽ ഇന്ത്യ ഒട്ടുക്ക് എല്ലാ സംസ്ഥാനത്തും റെയ്ഡ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു കേന്ദ്രം ഉടനെ തന്നെ STPയെ നിരോധിക്കും എന്ന തരത്തിലുള്ള പല വാർത്തകളും വന്നിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ഓൾ ഇന്ത്യ ലെവലിലെ റെയ്ഡ്. നമുക്കറിയാം ഈ PFI നിരോധനത്തിന് മുന്നേ ഏകദേശം ഒരു മാസം മുന്നേ തന്നെ ഇന്ത്യ ഒട്ടാകെ ഇവരുടെ കേന്ദ്രങ്ങൾ അരിച്ച് പുറക്കിയിരുന്നു ഈ NIA. അന്ന് NIA എന്ന് റെയ്ഡ് നടത്തിയിരുന്നു, പക്ഷേ ഇന്ന് EDയാണ് റെയ്ഡ് നടത്തുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ വ്യക്തമായ പല കാരണങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് STPയുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യാനുള്ള പല കാരണങ്ങളെന്ന് വെച്ചാൽ അവർ ഈ വഖഫ് ബില്ല് പാർലമെൻറ്റിൻ്റെ ടേബിളിലോട്ട് വരുമ്പോൾ രാജ്യവ്യാപകമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തടയാൻ വേണ്ടി തന്നെയാണ്. അത് ഈ മാർച്ച് മാസം മധ്യത്തിലാണ് പാർലമെൻറ്റിലേക്ക് ഈ വഖഫ് ബില്ല് ടേബിളിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് CAA NRC സമരം മോഡലിൽ ഇന്ത്യ ഒട്ടാകെ കലാപം ഉണ്ടാക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു കോർഡിനേറ്റർ എന്ന നിലയിലാണ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തത്. അതായത് അതിനുവേണ്ട ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ MK ഫൈസി ആയിരുന്നു. അപ്പോൾ വളരെ എന്താ പറയുക, ഈ വിഷയത്തിൽ ഇത്തരം കാര്യങ്ങൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു റെയ്ഡ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി പുറത്തു വന്നു കഴിഞ്ഞു STPയുടെ നേതാക്കന്മാരെയൊക്കെ പൊക്കാനുള്ള സാധ്യതയുണ്ട്. STPക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരെയും പൊക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ അസ്ത്രം ഗഫൂറിനെ പൊക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഇപ്പോൾ മുങ്ങിയിരിക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് കോൺടാക്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് മാധ്യമപ്രവർത്തകർക്കൊന്നും അസ്രം ഗഫൂറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഒളിവിൽ പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഓൾറെഡി റിപ്പോർട്ട് വന്നു ഈ STPക്ക് എന്താ പറയുക, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പല ഹെൽപ്പും എയ്ഡും ചെയ്യുന്ന ആൾക്കാരെ പോലും തൂക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അറസ്റ്റ് മുന്നിൽ കണ്ടിട്ടാവാം അസ്രം ഗഫൂർ മുങ്ങിയത് എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇതിൻ്റെ കരുതലിൻ്റെ ഭാഗമായിട്ട്, അതായത് രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട്, അതായത് അത് തടയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ STP കേന്ദ്രങ്ങൾ റെയ്ഡ് നടത്തുന്നത്. അതായത് വരും മാസം, അത് ഏകദേശം ഏപ്രിൽ മാസത്തോടുകൂടി ഈ സംഘടന നിരോധിക്കും എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് അടുത്ത ബീഹാർ ഇലക്ഷന് മുന്നേ തന്നെ ഈ പാർട്ടി STP എന്ന് പറഞ്ഞ ഭീകര പാർട്ടിയെ നിരോധിക്കും എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇവർ രാജ്യവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പ്ലാൻ ചെയ്തു അതിൻ്റെ അന്തിമഘട്ടത്തിലായിരുന്നു. അതായത് ഈ മാസം മാർച്ച് മാസം മധ്യത്തോടുകൂടി വഖഫിൻ്റെ വഖഫ് ബില്ല് പാർലമെൻറ്റ് ടേബിളിലോട്ട് വരുന്നതാണ്. ആ സമയത്ത് CAA NRC സമരം ഡൽഹി സ്തംഭിപ്പിക്കാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്താ പറയേണ്ടത്, ഡീപ് സ്റ്റേറ്റിൻ്റെ ഫണ്ട് വരെ കിട്ടിയിട്ടുണ്ടാകാം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒരു അവസരം കാത്തിരിക്കുകയാണ്. അതായത് നരേന്ദ്രമോദി സർക്കാരിനെ ഇങ്ങനെ അസ്ഥിരപ്പെടുത്തുക. അതായത് വളരെ ചെറിയ ഭൂരിപക്ഷം, അതായത് ഭൂരിപക്ഷം ഇല്ല BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാരിനെ, അതായത് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയുടെ പിൻബലത്തിലാണ് ഭരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക, അത് ഈ വഖഫിൻ്റെ പേരിലാവട്ടെ, അതായത് മുസ്ലിമിൻ്റെ പേരിലാവട്ടെ കലാപം എന്ന രീതിയിലാണ് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടി തന്നെയാണ് രാജ്യവ്യാപകമായ ഈ റെയ്ഡ്. ഇവരുടെ മുതിർന്ന നേതാക്കന്മാരെ ഉടനടി പൊക്കും എന്നാണ് വിവരം. അതുമാത്രമല്ല ഇവർക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ നൽകുന്ന ആൾക്കാരെ കൂടി പൊക്കാൻ സാധ്യത. അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത്
അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം ഈ അസ്രം ഗഫൂർ മുങ്ങിയത് എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം ഈ അസ്രം ഗഫൂറിൻ്റെ വിഖ്യാതമായ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ PFIക്ക് ലീഡേഴ്സിനെ വളർത്തേണ്ടത്, അതിൻ്റെ ഒരു പ്രഭാഷണം, ഒരു വലിയൊരു വിഖ്യാതമായൊരു വീഡിയോ ആണ്, നിങ്ങൾ കണ്ടു നോക്കണം, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അതായത് ഓരോ സംസ്ഥാനത്തും ഓരോ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടും ആ വോട്ടിൽ എത്ര പെർസെൻറ്റേജ് മുസ്ലിംസൊക്കെ ഉണ്ട് എന്ന് വളരെ കണക്കൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തും എല്ലാ മുസ്ലിങ്ങളും ഒന്നിച്ച് നിന്ന്, അതായത് വേറൊരു മുന്നണിയെ സപ്പോർട്ട് ചെയ്ത് അവരെ അധികാരത്തിൽ കയറ്റുക, അവരെ അധികാരത്തിൽ കയറ്റിയതിന് ശേഷം നമ്മളൊരു വലിയൊരു ബാർഗെയിൻ പവറായി മാറുക, മുസ്ലിങ്ങൾ വലിയൊരു ബാർഗെയിൻ പവറായി മാറുക, എന്നിട്ട് ഭരണത്തിൽ നിർണായക സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് എന്താ പറയുക, ഞങ്ങളുടെ ആ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന 2047 ഭരണം പിടിക്കുക, അതായത് ഇന്ത്യ ഭരിക്കുക, ഇന്ത്യ എന്താ പറയുന്നത് ആ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കുക, ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതിന് വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ ഉയർന്നു വരണം. പോപ്പുലർ ഫ്രണ്ട് ഒരുപാട് ആൾക്കാർ ഉയർത്തിക്കൊണ്ടുവരണം, നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരണം. പോപ്പുലർ ഫ്രണ്ടിന് അതിന് കഴിയുമെന്നാണ് അന്ന് ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സമ്മേളനത്തിൽ അസ്രം ഗഫൂർ പോലത്തെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഈ അസ്രം ഗഫൂർ ഉണ്ടല്ലോ, ഇപ്പോൾ കേരളത്തിലെ SDP ആയാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ ഒരുപാട് സഹായങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ അസ്രം ഗഫൂറിനെ തൂക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാവാം അസ്രം ഗഫൂർ മുങ്ങിയത് എന്നുള്ള വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ എന്തിനാലും എവിടെ പോയി വിളിച്ചാലും ആരെങ്കിലും പൊക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസ് എന്താ പറയുക NIO ED ആരെങ്കിലും പൊക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പൊക്കിയിരിക്കും. നമുക്കറിയാം ഇവന്മാർക്ക് എല്ലാ ട്രാക്കും എല്ലാ ഡീറ്റെയിൽസും എപ്പോഴും ഫുൾ ടൈം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ SDP ആയാലും പഴയ പോപ്പുലർ ഫ്രണ്ട് ലീഡേഴ്സിൻ്റെ ആയാലും എല്ലാ നേതാക്കന്മാരെയും എന്താ പറയുക അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അവരെന്ത് ചെയ്യുന്നു, ഫോണിൽ അവർ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നു, ആരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എന്തിന് കോൾ ലോഗ് പോലും അവർ ഈച്ച് ആൻഡ് എവരിഡേ ചെക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ എന്താ പറയുക ഇവർ ഏത് വലിയ താവളത്തിൽ പോയി ഒളിച്ചു കഴിഞ്ഞാലും പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അസ്രം ഗഫൂറൊക്കെ എവിടെ പോയി ഒളിച്ചാലും പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ എന്താ പറയേണ്ടത്, രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ഈ റെയ്ഡിൽ പല ഇൻ്റലക്ച്വൽസിനും, അതായത് ഇവർക്ക് ഭൗതികമായ പല കാര്യങ്ങളും, അതായത് ആധ്യാത്മികമായും ഭൗതികമായിട്ടുള്ള പല സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയും പൊക്കുമെന്നാണ് വിവരം. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് സാധാരണ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിൻ്റെ സമയത്ത് അവരുടെ നേതാക്കന്മാരെ മാത്രമേ അറസ്റ്റ് ചെയ്തുള്ളൂ, അവർക്ക് സഹായം ചെയ്ത ആൾക്കാരെ അധികം അങ്ങ് പൊക്കിയില്ല. പക്ഷേ ഇവിടെ SDP കാര്യത്തിൽ വളരെ വ്യത്യസ്തമാണ്, അവർക്ക് സഹായം ചെയ്ത ആൾക്കാരും കൂടിയും പൊക്കുന്നില്ല. ഒരു വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇന്ന് ഇപ്പോഴും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 6 ഇപ്പോൾ ഈ സമയത്ത് പോലും, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിലും മഹാരാഷ്ട്രയിലും എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ മിക്ക സംസ്ഥാനത്ത് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഏകദേശം ഏപ്രിൽ മാസത്തോടു കൂടി പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ PFIയുടെ കാര്യത്തിലും അങ്ങനെ ആയിരുന്നു. PFI നിരോധനത്തിന് മുന്നേ ഏകദേശം ഒരു മാസം മുന്നേ ഇങ്ങനെ രാജ്യവ്യാപകമായ റെയ്ഡ് ഉണ്ടായിരുന്നു. അവിടെ പല നേതാക്കന്മാരെയും ED ചോദ്യം ചെയ്തിരുന്നു. അവരുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്താ പറയുക ED നോട്ടീസ് കൊടുത്ത് അവന്മാരെ വിളിപ്പിച്ച് വ്യക്തമായി ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ അതേ ഒരു മോഡൽ ഓപ്പറേഷനാണ് ഇപ്പോൾ STPയുടെ കേസിലും നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, ഇവന്മാരെ അടുത്ത് തന്നെ നിരോധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഏത് അസ്രം ഗഫൂറിൽ എവിടെ പോയി വിളിച്ചാലും പൊക്കണം, EDയും NIAയും പൊക്കണം എന്ന് വിചാരിച്ചാൽ ഇവനൊക്കെ പൊക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.